ലെറ്റ്സ് പ്ലേയുടെ 11ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നലെ എല്ലാവരും കണ്ടുകൊണ്ട് നമ്മൾ ഡ്രാഗനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നൊരു സംഭവം ചെയ്യാനാണ്. നിങ്ങൾ നോക്ക് ഗൈസ്, നമ്മുടെ മേത്ത് മൊത്തം നെതറൈറ്റ് ആർമർ, സോഡ്, മറ്റേ ടൂൾസ് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസ്. നിങ്ങൾ നോക്കി കാണുന്നത് എന്തോരം നമ്മുടെ സ്റ്റീൻ ടൂൾസൊക്കെ അല്ലേ. ഇതുവരെ ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ഡ്രാഗനെയും കൊന്ന് ഇത്രയൊക്കെ ആയിട്ട് നമുക്ക് പറക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഹിയർ ഗൈസ്, പുതിയതായിട്ട് ഭയങ്കര ഫിളിക്കുന്ന കാര്യങ്ങളും പറഞ്ഞുതരാം. നമ്മുടെ ഈ വേൾഡിൽ നമുക്ക് പറക്കാൻ പറ്റും ഗൈസ്. ഒരു സാധനം വെച്ച് എലൈട്ര എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പിക്ചർ എവിടെ കൊടുത്തേക്കാം. ആ എലൈട്ര വെച്ച് നമുക്ക് പറക്കാൻ പറ്റും. ആ എലൈട്ര വെച്ചല്ല, വേറെ ഒരു റോക്കറ്റ് എന്നൊരു സംഭവം കൊണ്ട് അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തേക്കാം. അത് വെച്ച് നമുക്ക് പറക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്ന് അങ്ങോട്ട് എന്തിലോട്ട് പിന്നെ പോകാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇയർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻസ് ആരംഭിക്കണം. വേറെ ഒന്നുമില്ല, കുറച്ച് ബ്ലോക്കൊക്കെ വേണം. അത് തന്നെ പിന്നെ കുറച്ച് ബ്ലോക്ക്, പിന്നെയും കുറച്ച് ബ്ലോക്ക്, പിന്നെയും കുറച്ച് ബ്ലോക്ക്. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് ഈ ചവറൊക്കെ എടുത്ത് വെച്ചേക്കാം. നമ്മുടെ ചവറല്ല ഒരു പിന്നെ ഈ നമുക്ക് ഇന്നലെ നൈറ്റ് വിഷൻ പോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൂട്ട് ചെയ്തപ്പോൾ കിട്ടിയാണ് സ്ലാഷ് പോഷൻ. 8 മിനിറ്റിൻ്റെ പോഷനാണ്. സാധാരണ 3 മിനിറ്റിൻ്റെ പോഷനെ കിട്ടാറുള്ളൂ. ഞാൻ അവിടെ നിന്ന് മറ്റേ ആ സ്ഥലമൊക്കെ ഒന്ന് റെയ്ഡ് ചെയ്തായിരുന്നു. അപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ 2 ബുക്ക് കിട്ടി, പിന്നെ ഒരു ഗോൾഡൻ ആപ്പിള്, പിന്നെ ഡ്രാഗൺ ബെർത്ത്, പിന്നെ എഗ്ഗ്, കുറച്ച് ബുക്കിനകത്ത് എടുത്ത് വെച്ചേക്കാം. ബ്രെത്താണ് എന്താണാവും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ചവർ ബ്ലോക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ബ്ലോക്ക് മാത്രം എടുത്തുകൊണ്ട് പോകാം. ഈ പ്രാവശ്യം നമ്മൾ നെതറാക്ക് എടുക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് കുറച്ച് നെതറാക്ക് എടുത്തേക്കാം. എന്തായാലും നമുക്കിത് ഈ പേപ്പർക്ക് ഇതിനകത്ത് വെച്ചേക്കാം. വുഡ് തൽക്കാലം പിന്നെ അതിരിക്കട്ടെ. ഓക്കെ, ഒപ്സീഡ് നമുക്ക് വേണം. തൽക്കാലം ഇതിപ്പോൾ ഞാൻ കൈ വെക്കുന്നുണ്ട്. ആ വീഡിയോ നമ്മൾ ഇതെന്താ ഇവിടെ ഒന്നൊക്കെ കിടക്കുന്നത്? ഇത് ഒപ്സിഡിയനാണോ? അല്ലല്ലോ, ഇത് ബ്ലാക്ക് സ്റ്റോൺ ബ്രിക്സ്, ക്രാക്കഡ് ബ്ലാക്ക് സ്റ്റോൺ ബ്രിക്സ്. ഇതൊക്കെ എങ്ങനെ എൻ്റെ കഴിയുന്നു? ഇതാണാവും എന്തൊക്കെ വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റിയ. ആ പോട്ടൽ ഉണ്ടാക്കാൻ നേരത്തെ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, നമുക്ക് 13 അല്ല, നമുക്ക് ഏകദേശം 24 എന്താ വേണം. ഓക്കെ ഗൈസ്, നമുക്കിത് ഈ വാല്യുബിൾ ചെസ്റ്റിൽ നമ്മൾ ഈ ഡയമണ്ടും കൂടി വെച്ചേക്കാം. ഡയമണ്ട് എൻ്റർ ഇപ്പം എടുക്കണം. തൽക്കാലം നമുക്ക് എൻട്രി എടുക്കണ്ട, അതിനകത്ത് ഇരിക്കട്ടെ. പിന്നെ നമുക്കിത് ഈ ഡെർട്ട് മാറ്റണം. നമ്മളിത് കുറച്ച് നെതറാക്കാൻ എടുക്കുക ഗൈസ്. നെതറാക്കാണ് പെട്ടെന്ന് പൊട്ടിക്കാൻ എളുപ്പം. ബട്ട് എന്നാലും കുഴപ്പമില്ല. നമ്മളെന്തായാലും ഈ 4 സ്റ്റാക്ക് ഇതൊന്നും എമ്മർ. ഓക്കെ, ഇത്രയും സാധനങ്ങൾ മതിയായിരിക്കും. ടോർച്ചിരിക്കട്ടെ, വല്ല ആവശ്യം വന്നിരിക്കും. നമുക്ക് കുറച്ചുകൂടി ബ്ലോക്ക് എടുക്കാം ഗൈസ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മണ്ടത്തിന് ഞാൻ കാണിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 4 സ്റ്റാക്കത്തും വരെ കൊണ്ടുപോയിട്ട് അതൊന്നും തികഞ്ഞില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം പടത്തം കാണിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് വെച്ച് നടക്കണം. നമുക്ക് ബാക്കിയുള്ള സെറ്റാണ് വെച്ച് ഇറങ്ങണം ഗൈസ്. കുറച്ച് അധികം ദൂരമുണ്ട്. നമ്മൾ പോർട്ടലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ വേറെ എപ്പിസോഡ് ഗൈസ്. ഓക്കെ, എന്നാൽ ഇറങ്ങാൻ പറ്റാത്തത്. ഓക്കെ ലോറൻസിൻ്റെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ പോയ ഡയറക്ഷൻ. സോ ഗൈസ്, നമ്മൾ സ്കെൽട്ടൺ ഫാർമിലോട്ട് ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട്. നമ്മളിത് നമ്മുടെ കുറച്ച് ആരോസ് വേണം ഗൈസ്. നമുക്ക് നമ്മുടെ സ്കെൽട്ടൺ ഫാർമിലോട്ട് നമുക്കൊന്ന് പോകണം. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രാഗൺ കൊല്ലുന്നതിനായിരുന്നു നിങ്ങൾ കാണിക്കാൻ ഞാൻ മറന്നുപോയി. ഇതെന്താണ് ചിക്കനും കിടക്കുന്നു? കൈ കയറി എൻ്റെ പറയലയാ. ചിക്കൻ നമുക്ക് ആവശ്യമില്ല. അവിടെ ഗോൾഡൻ ക്യാറ്റ് ഉണ്ട്. നമ്മൾ പിന്നെ ഇവിടെ ഡെക്കറേറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു എപ്പിസോഡ്. നമ്മൾ ഈ ഡ്രാഗനെയും ഒന്ന് എലൈറ്റർ എടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. കാരണം ഇവിടെയൊക്കെ വെട്ടണം, നമുക്ക് പറന്നുള്ള ബിൽഡൊക്കെ ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങളിത് ഇത്രയും വലിയ ബിൽഡൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ സ്പെക്കി കയറിയൊക്കെ കാണിക്കേണ്ട അവസ്ഥ വരും. അത് ചീറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. ബട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം, മറ്റേ ഈ വീഡിയോയുടെ ഇൻട്രോ സീനൊക്കെ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ചീറ്റിങ്ങായിട്ട് കൂട്ടുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ, നമ്മളിത് ഇവിടെ കുറച്ച് എക്സ്പി എടുക്കുന്നിടത്തേക്ക് നമ്മൾ ഇതൊന്ന് മെൻറ്റ് ചെയ്യട്ടെ. മെയിൻലി അതിനും കൂടിയാണ് വേണ്ടത്. മെൻറ്റും ചെയ്യണം, നമുക്ക് കുറച്ച് ആരോയും വേണം. ഓക്കെ, അവന്മാരെ കൊല്ലുമ്പോഴത്തേക്ക് ഇതിപ്പോൾ എങ്ങനെ മെൻറ്റ് ചെയ്യുക? ബേസ് മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. ഒരു മിനിറ്റ്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെൽത്ത് പറയുമോ? ഈ കോഴിയെ കൊണ്ട് കൊല്ലും നോക്കാം ഗൈസ്. ഈ സ്കെൽട്ടൺ നാണക്കേടായിരിക്കും. വേണ്ട, നമുക്ക് ഇത് വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഒന്ന് മെൻറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സംഭവം. നമുക്കിത് ഇത് കണ്ടോ, ഇത് നമ്മൾ ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഡയമണ്ട് ഡയമണ്ട് ഹെൽമെറ്റ് ഇട്ട സ്കെൽട്ടൺ സ്പോണാകുന്ന റെയർ ആണോ ഗൈസ്? എനിക്കറിയത്തില്ല. ഞാൻ കൊല്ലുകയും ചെയ്ത് ഇതായിട്ട് ഒരു ഡയമണ്ട് ആർമർ എനിക്ക് കിട്ടുകയും ചെയ്തു. നമുക്ക് കുറച്ച് ആരോ എടുത്തിട്ടുണ്ട്. ഈ ഡയമണ്ട് ഹെൽമെറ്റ് ഏതാണ് ഗൈസ്? ഡയമണ്ട് ഹെൽമെറ്റ്. ഇതിപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ വിചാരിച്ച് ഇത് നിറഞ്ഞ് കഴിഞ്ഞിട്ടേ താഴത്തോട്ട് പോകത്തുള്ളായിരിക്കും. താഴത്ത് നിറഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതങ്ങനെയല്ല വർക്കാവുന്നത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കറക്റ്റ് ആകുമായിരിക്കും. എന്തായാലും നമുക്ക് എന്തായാലും ഇത് മൊത്തം ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, നമ്മൾ ടൂൾസ് ആർമറൊക്കെ മൊത്തം മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഫെദറൊക്കെ എന്താ കയ്യിരിക്കുന്നത്? കോഴി ഉണ്ടോ കയ്യിൽ? ഓക്കെ, അതൊക്കെ ഉണ്ട്.
പിന്നെ നമ്മൾ ഒബ്സിഡിയനെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും നിങ്ങളെ വീട്ടിൽ പോയിട്ട് കാണിക്കുക സാധിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കേണ്ടി വരും. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് അടച്ചേക്കാം. ഇത് ഏകദേശം രാത്രി ആവാറായിട്ട് നമുക്ക് എന്തായാലും കിടന്ന് ഉറങ്ങിയൊക്കെ ഇതിപ്പോൾ എത്ര നേരം എടുക്കാവോ. ഓക്കെ, റീസ്പോൺ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കത് നമ്മുടെ ഈ പെട്ടിയിൽ നമുക്കിത് ഈ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുക്കണം. കാരണം നമുക്ക് പോർട്ടൽ സെറ്റ് ചെയ്യാനായിട്ട് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുക്കണം. പിന്നെ ഓക്കെ, പോർട്ടൽ സെറ്റ് നിന്ന് കാണിക്കുന്നില്ല. ഇന്ന് എന്തായാലും നമ്മൾ വാട്ടർ ബക്കറ്റ് എടുക്കുന്നുണ്ട് ഗൈസ്. അതിലൊരു മണ്ടത്തരം കാണിച്ചിരുന്നു. നമ്മുടെ എൻഡിലാണ് നെതറിലാണ് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല, എൻഡിൽ വെള്ളം ഒഴിക്കാൻ ഗൈസ്. രണ്ടിൽ വെക്കാൻ പറ്റിയ സംഭവമാണ് ബെഡ്. അതാണ് ഗൈസ് വെക്കാൻ പറ്റാത്തത്. ഓക്കെ, ഞാൻ മറന്നുപോയി. അത് കുഴപ്പമില്ല. നമ്മളെന്തായാലും ഈ പ്രാവശ്യം വാട്ടർ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, രാത്രി ആയിട്ടൊന്ന് കിടന്നുറങ്ങാം. ഓക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നേരെ വെച്ച് പിടിക്കണം ഗൈസ്. ഇത് കുറേന്ന് വെച്ചാൽ കുറേ ദൂരം എടുക്കും. നമ്മൾ ആ കോഴിഞ്ഞ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അയൽപ്പം ആ വഴി പോയാൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങൾ കാണിക്കാം ഗൈസ്. അല്ലെങ്കിൽ ഇത് ഒരുപാട് ടൈം എടുക്കും. ഒരുപാട് ടൈം എടുക്കും. ഓക്കെ ഗൈസ്, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴിച്ചിട്ട കുഴി നമ്മൾ MLG ചെയ്യാൻ പോകണം ഗൈസ്. നിങ്ങൾ കണ്ടോ, നമ്മുടെ ഗോഡ് ലെവൽ MLG. ഓക്കെ, അയ്യോ ഇതെന്താ ചാടാൻ പറ്റാത്തേ ചേടാ. MLG ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ ഫെദർ ഫോളിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ആ സ്ഥലത്തോട് എത്തിയിട്ടുണ്ട്. എനിക്ക് ഇന്നലെ നമ്മൾ ഒരു പ്രൊട്ടക്ഷനിൽ നമ്മൾ 2 ഗുബിൾ സ്റ്റോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് തിരിച്ച് വെച്ചേക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചേട്ടാ ഇത് പ്ലസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതെന്തിരി ആൾക്കാർ ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മളെന്തായാലും അതിനകത്ത് ചാടാൻ പോകല്ലേ. അതായത് ഇവിടുത്തെ റെസ്പോൺസ് പോയിന്റ് സെറ്റ് ചെയ്ത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നേരെ അവിടെ പോവും, നമ്മുടെ വീട്ടിൽ പോവും. പിന്നെ നമ്മളിങ്ങോട്ട് നടന്നു വരേണ്ടി വരും. ഓക്കെ, എല്ലാം സെറ്റല്ലേ. ഓക്കെ ബ്ലോക്സ് എല്ലാ കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഈ ലാവ അടച്ചു വെച്ചേക്കാം. ഇത് നമുക്ക് വേറെ അവസ്ഥയിലാണ് അടുത്ത എപ്പിസോഡിനാണ്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ അയ്യോ കുഴപ്പമില്ല. നെതറൈറ്റ് ആർമർ പ്രൊട്ടക്ഷൻ വൈബ് കിട്ടല്ലോ. കണ്ട ഗൈസ്, നമ്മൾ ലാവ ഒന്നും നമുക്ക് കുഴപ്പമില്ല. വാട്ടർ ബക്കറ്റ് ഉണ്ട്, ഇത്രേ ഉള്ളു. ഏത് വൈബ്, അംബാനി വൈബ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാം. ഓക്കെ, എല്ലാം സെറ്റല്ലേ. ഈ റോട്ടർ ഫ്ലഷ് എടുത്ത് തന്നേക്കാം. അയ്യോ ചേടാ ഇതെന്താ അങ്ങോട്ട് വീഴത്തില്ലേ. ഓക്കെ, നമ്മളത് ചാടിയിട്ടുണ്ട് ഗൈസ്. അത് കുഴപ്പമൊന്നുമില്ല, ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെ പില്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്താ ഇവിടെ ഇല്ലാത്തതെന്ന്. അയ്യോ സ്നീക്ക് ചെയ്ത് പോവാം. എന്നാൽ കുഴപ്പമില്ല, ഇവിടെ എത്തിയില്ല. സ്പീഡിന് പോവാം. ഓക്കെ, വീഴാതിരുന്ന അയ്യോ എൻ്റെ പൊന്നെ ഗൈസ്. ഈ നെതറൈറ്റ് ആർമർക്ക് താഴത്ത് പോയാൽ തീർന്നു ഗൈസ്. ഞാൻ പിന്നെ ഈ വേൾഡേ നോക്കൂല. കഷ്ടപ്പെട്ട് എത്ര നേരം വാങ്ങിച്ചിട്ട് ഈ ഡിബിനെ കിട്ടിയെന്നറിയാവോ. ഒരു എൻഡർമാൻ താഴത്തോട്ട് വീണിട്ടുണ്ട്. ഓക്കെ, അയ്യോ ഗൈസ്, നിങ്ങളിവിടെ നേരത്തെ നടന്നും കണ്ടില്ല എന്നല്ലേ. ഒരു കൂട്ടം എൻഡർമാൻ വന്ന് എന്നെ അടിച്ചു ഗൈസ്. എൻ്റെ പൊന്നളിയെ, ഞാൻ എത്ര പെട്ടെന്ന് ചാവണത്. എനിക്ക് ഈ ഫൈറ്റ് എടുക്കുന്ന ടൈമിന് എപ്പോഴും എൻ്റെ കൈ തട്ടി മറ്റേ റെക്കോർഡ് ചുമ്മാ ഓഫായി പോകും. കാരണം ഞാൻ ആ ജോയിസ്റ്റിക് അല്ല ഈ ജമ്പ് പൊട്ടൻ നിൽക്കുമ്പോഴത്തേക്കും നേരെ അറിയാൻ നിൽക്കുന്ന അവിടെയാണ് ഗൈസ്. ഓക്കെ, അതാണ് വിഷയം. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ പോർട്ടൽ എവിടെയായിരുന്നു. നമ്മൾ അതെ നമ്മളിവിടെ പില്ലറി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മളെന്തായാലും ട്രാപ്പ് ഡോറൊന്നും എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ എൻ്റർപേൾ വെച്ചാണ് കയറുന്നത്. ഇവർക്ക് ഈ പോർട്ടലൊക്കെ ഇവിടെ ഒന്ന് സ്പോൺ ചെയ്ത് വെച്ചൂടെ. ഞാൻ ഇനി പില്ലർ ചെയ്ത് പോകണം. ഒന്നാമതേ എനിക്ക് പില്ലർ ചെയ്ത പേടിയാണ്. ചേടാ ഇനിയിപ്പോൾ ഇത് എത്ര ദൂരം ഉണ്ടത്. ഇവിടെ എന്താ ഒരു അറ്റത്തൊന്നും പില്ലർ ചെയ്ത് പോവാം. 1 2 3 4 5 6 7 ഒരു 9 ബ്ലോക്ക് 10 11 ബ്ലോക്ക് മതിയിരിക്കും. ഓക്കെ, അത്യാവശ്യം ആയിട്ട് 11 ബ്ലോക്കൊന്നും പോരാ കഴിച്ച്. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിത് 2-3 ബ്ലോക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്നീക്ക് ചെയ്ത് താഴെ വീഴത്തില്ലല്ലോ ഉറപ്പ് വരുത്തി നമുക്കിത് ഈ ഒരു കോർണറിൽ നമുക്കിത് ഇങ്ങനെയൊക്കെ ബ്ലോക്ക് വെച്ച് പോവാം. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ ഒരു പ്രോപ്പർ വേ ഒക്കെ ഉണ്ടാക്കണം. അതൊക്കെ നമ്മൾ വരുന്നവരത്തെ എപ്പിസോഡ്സ് ലേറ്റർ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റ് നമ്മൾ കളിച്ച് തീർത്ത് സക്സസ്ഫുള്ളി. അത് കഴിഞ്ഞ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ബിൽഡ്സിലോട്ടാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. അതൊരു കിണ്ണായിരിക്കും ഗൈസ്. ഞാൻ മാക്സിമം എല്ലാ ബിൽഡ്സും നിങ്ങളെ റെക്കോർഡ് ചെയ്ത് എന്നെ നിങ്ങൾ കാണിക്കും ഗൈസ്. കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും ഞാൻ മനഃപൂർവ്വം റെക്കോർഡ് ഓഫ് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, നമ്മുടെ കൈ തട്ടി പോകാറുണ്ട്. എനിക്ക് മറ്റേ എൻചാൻറ്റീനൊന്നും നിങ്ങൾ കാണിക്കാൻ പറ്റില്ല. അതിനൊക്കെ ശരിക്കും വിഷമമുണ്ട്. കാരണം കഷ്ടപ്പെട്ട് ചെയ്ത ഗൈസ് അതൊക്കെ. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അവിടെ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ഫയലിൻ്റെ വിഷയമാണ് ഗൈസ്. നമ്മൾ ആ ഫയൽ പെട്ടെന്ന് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മറ്റേ ബെഡ് റോക്കിൻ്റെ അവിടെ ബ്ലോക്ക് വെക്കാൻ പറ്റുമോ നോക്കണം. ഓക്കെ, ഇവിടെ വെക്കാൻ പറ്റുമോ. ഓക്കെ, വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഇവിടെ ഒരു ബ്ലോക്ക് കയറുന്നു. ഒരു സ്റ്റാക്ക് കയറുന്നുള്ളൂ. നമുക്ക് ഇനിയുണ്ട്. ഓക്കെ, നമുക്കിത് ഇവിടെയും കൂടെ ഒരെണ്ണം വെച്ചേക്കാം.
ഓക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് കയറാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ആ നെതറാക്കൊന്ന് പൊട്ടിച്ചളയണം. അയ്യോ ഓക്കെ ഇനി നമുക്കിത് ആ എഡ്ജിൽ വെച്ചേക്കാം. എഡ്ജല്ലാതെ ഈ ഒരു സ്ഥലത്തോട്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് എടുത്ത് ചാടണം. ഓക്കെ ചാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എൻ്റർപേൾ എടുത്തിട്ട് നമുക്ക് ആ പോർട്ടലിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ എവിടെ സ്പോണം? എൻ്റെ പൊന്നെ ഒരിത്തിരി മാറിപ്പോയിരുന്നു. ഇപ്പം ഞാൻ ആ വോയിലോട്ട് വീണേനെ കേസ്. പക്ഷെ എൻ്റെ പൊന്നടിയാ. ഇനി എൻ്റർമാനെ നമ്മൾ അടിക്കാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് എൻ്റർപേൾ എറിഞ്ഞ് പോവാം. അയ്യോ പറഞ്ഞ് തീർന്നില്ല കേസ്. ഓക്കെ അവൻ വന്ന് അടിക്കത്തിരുന്ന വരുന്നു. ഇവന്മാരെ കൊണ്ട് വല്ലാത്ത ശല്യമാണല്ലേ. ഇവന്മാരെ കൊല്ലുന്ന ഒരു ടൈം ലാപ്സ് പോലെ നിങ്ങൾ കാണും. സോ എല്ലാവർക്കും ഫൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിത് എൻ്റർമാനെ മൊത്തം കൊന്നു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ ഒരു ഡയറക്ഷനിലോട്ട് വേണം പോവാൻ. ഓക്കെ നമ്മുടെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ റെൻഡർ ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ. ഓക്കെ 14 ചങ്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. 14 ചങ്കാണ് മാക്സിമം. എന്നിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തേ ഇല്ലെന്ന് തോന്നി ഗൈസ്. നമ്മൾ എന്തായാലും ഏകദേശം ആ ഒരു ലെവലൊക്കെ എത്തിയിട്ട് നിങ്ങൾ കാണിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ശരിക്കും ലാഗായി പോവും. ലാഗെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത്തായി പോവും. ഓക്കെ നമ്മുടെ ഗോൾഡൻ കൈ നമുക്ക് ആ ഒരു ഡയറക്ഷൻ വെച്ച് പോവാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എത്തിയിട്ട് നിങ്ങൾ കാണിക്കാം ഗൈസ്. ഓക്കെ നമ്മൾ കുറേ നേരം നടന്നു. നമ്മൾ റെൻഡർ ഡിസ്റ്റൻസ് നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നുകൂടി കൂട്ടിയിട്ട് നോക്കാം. ഇവിടെ വല്ലതും കണ്ട് ഒരു 100 ബ്ലോക്ക് കഴിയുമ്പോഴത്തേക്കും അടുത്ത് നമ്മളിങ്ങനെ റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിടും. എന്നാലും വല്ലതും കാണാൻ പറ്റും. ഓക്കെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഈ എൻ്റർമാൻമാരെ കൊണ്ടാണ് ഗൈസ് ഏറ്റവും വലിയ പണി. ഇവന്മാരാണ് ഒരുമാതിരി റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടി തന്നെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എൻ്റർമാൻമാരെ ഒരുമാതിരി അടിച്ചടിച്ച് നമ്മളെ കൊന്നോടേം ഗൈസ്. അതാണ് വിഷയം. ചേടാ ഇതിവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ 4 ഹാർട്ടാ. എൻ്റെ പൊന്നെ. അയ്യോ ഈ ശിവന്മാരൊക്കെ ഒന്ന് കൊല്ലട്ടെ ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ് ഫൈനലി അമ്മമാരെ കൊന്നിട്ട് ഗൈസ് നമ്മളത് എവിടെ ഒരു കുഴി കെട്ടി ഇടുന്നുണ്ട്. എൻ്റെ പൊന്നെ ഇൻ്റർമാരെ ചില്ലറന്മാരെ കാരണമല്ലേ ഗൈസ്. ഇവന്മാരുണ്ടല്ലോ ഈ സീനാണ് ഇവന്മാർ. എൻ്റെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഫുള്ള് അമ്മമാരെ കൊന്നോളെ. നെതറൈറ്റ് ആർമർ ഒന്നും അല്ലായിരുന്നു ആ ടൈമിന് കേട്ടോ. നമ്മൾ ഈ ചവറ് കളഞ്ഞിട്ടുണ്ടോ ഗൈസ് ഇന്ന്? നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അത് വേറെ കാര്യം. ഓക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. നമ്മളത് ഒരു ഷിപ്പുള്ളതിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ ഇവർ എൻ്റർമാരെ പോയി അടിച്ചപ്പോഴത്തേക്കും നമ്മൾ എൻ്റർപിള്ളേർ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് വിത്ത് ഷിപ്പ് ഗൈസ്. അതാണ് സീൻ. ഷിപ്പുള്ള ഒരെണ്ണം കിട്ടി. അത് സീനായി. എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ. സാധാരണ ഷിപ്പുള്ള കിട്ടാൻ ഭയങ്കര റെയറാണ്. നമുക്ക് എന്തായാലും അയ്യോ നമുക്ക് പോയി. നമുക്ക് എൻ്റർപേൾ തീർന്നെന്ന് തോന്നുന്നു. എൻ്റർപേൾ ഉണ്ടല്ലോ. അവന്മാരെ കൊന്നപ്പോൾ കുറേ കിട്ടിയായിരുന്നു. ഇനി നമുക്ക് എന്തായാലും നമ്മൾ കുറച്ച് ശൾക്കരം കൂടി എടുക്കണം. നമ്മൾ എൻ്റെ സിറ്റി വരുന്നത് ഇലക്ട്രിക് എടുക്കാൻ മാത്രമല്ല കുറച്ച് ശൾക്കരം വേണം. ഞാനിതുവരെ അങ്ങനെ ശൾക്കറൊന്നും റെയ്ഡ് എൻ്റെ സിറ്റി ഒന്നും മര്യാദയ്ക്ക് റെയ്ഡ് ചെയ്തിട്ടില്ല. ഞാൻ മുമ്പ് യൂട്യൂബ് ചാനലിലൊക്കെ ഇതിനകത്ത് ഇടുന്നതിന് മുമ്പ് ക്രിയേറ്റീവിലൊക്കെ കയറിയിട്ടാണ് ഈ സമയം അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ യൂട്യൂബറാണ്, ഹാർഡ് വർക്കിംഗ് യൂട്യൂബറാണ്. അപ്പോൾ നമ്മൾ ചീറ്റിങ്ങൊന്നും ചെയ്യാൻ പാടില്ല ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലോട്ട് കയറണം. ഈ ക്രോസ് ഫ്രൂട്ട് ഇതിനെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്രോസ് ഫ്രൂട്ട് എന്ന് തന്നെയല്ലേ പറയുക. ടേബിൾ ഫ്രൂട്ട് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. ഈ 1 പീസ് കാണുന്നവർക്കറിയാം. കിട്ടി ആദ്യത്തവനെ കിട്ടി. ഓക്കെ ഇവന്മാർക്ക് പ്രത്യേകത ഉണ്ട്. സാധാരണ കളിക്കുന്ന പ്ലേസിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവന്മാരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യും ഗൈസ്. ഇത് എന്താ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ പിങ്ക് കളർ ഗൈസ്. ഇവന്മാർ നമുക്ക് നമ്മുടെ മുകളിലോട്ട് കയറാനായിട്ട് ലിഫ്റ്റ് ചെയ്യും ഗൈസ്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് കിട്ടും. നമ്മുടെ ഈ എൻ്റെ സിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മളെങ്ങനെയാണ് പറക്കേണ്ടതെന്ന് ഇവർ പഠിപ്പിച്ചു തരും. ഓക്കെ 2 കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് പറക്കേണ്ടതെന്ന് വരുമ്പോൾ ഇവന്മാർ പഠിപ്പിച്ചു തരും ഗൈസ്. ഇവിടുത്തെ വെള്ളം കണ്ട ഗൈസ് രസമുണ്ടല്ലേ. പിങ്ക് കളറ്. പിങ്കാണോ ബ്ലൂ ആണോ ഇത്? പിങ്കല്ലേ ഇത്? ഈ വെള്ളം എടുക്കാൻ പറ്റാത്തേ ചേടാ. ഓക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ശൾക്കറിൻ്റെ ഷെല്ലിങ് എടുത്തേക്കെ. ശൾക്കറിൻ്റെ ഷെല്ലും ചെസ്റ്റും വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇഷ്ടമായ സ്ഥലം നമുക്ക് ഇവിടേക്ക് ഒന്ന് ലൂട്ട് ചെയ്യാം. ഇവിടെ നിന്നില്ലല്ലോ. ഇവന്മാരെ നമുക്ക് പറക്കാനുള്ള എക്സ്പീരിയൻസ് തരും ഗൈസ്. ഇവന്മാരെ ഒറ്റയടിക്കാൻ നമ്മളിങ്ങനെ പറന്നും എനിക്ക് തോന്നുന്നു ഒരു 10 സെക്കൻഡ് എങ്ങാണ്ടേ ഉള്ളൂ ഒരു ശൾക്കർ അടിക്കുമ്പോഴത്തേക്കും. പിന്നെ അടിച്ചടിച്ചടിച്ച് അവന്മാർ പറപ്പിച്ചിട്ട് നമ്മളെ ഒരു വാട്ടർ ബക്കറ്റോ നല്ല ഹൈറ്റിലോ പോവുകയാണെങ്കിൽ നമ്മൾ ഡെഡ് ഗൈസ്. നമ്മുടെ ബോഡിയിലോട്ടൊക്കെ ചിലപ്പോൾ ഇവന്മാർ പറപ്പിച്ച് കളയും. എന്നാൽ നമുക്കിത് ഇവിടെ ബ്ലോക്ക് വെച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറണം. 1 2 ഓക്കെ ഇവിടെ ചേട്ടാ പാർക്ക് ഓവർ. താങ്ക്സ്. ഒരുത്തെ ലിഫ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക്. താങ്ക്സ് ഫോർ ഗിവിങ് ബഡി. ഓക്കെ നമുക്ക് എന്തായാലും ഓക്കെ ഇവനാണ് ലിഫ്റ്റ് വന്നത്. ഓക്കെ ഇവനെ കൊന്നേക്കാം. കാരണം ഇവന്മാരടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടൈമർ കൂടുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ അവൻ ടെലിപ്പോർട്ടായി പോയാ. ഷിറ്റ്
ചിലവന്മാരൊന്നും ഡ്രോപ്പും ചെയ്യത്തില്ലേ സാധാരണ വിഷയം. ഇല്ല, ചത്ത് ഇവൻ ഡ്രോപ്പ് ചെയ്തില്ലൊന്നും. ഓക്കെ, നമ്മൾ താഴത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും താഴത്തോട്ട് ഇറങ്ങി. ഈ ഫ്ലോർ ഇത്ര തന്നെ ഉള്ളതെന്ന് തോന്നുന്നു. ഇത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. എന്തായാലും താഴത്തോട്ട് ഇറങ്ങിയിട്ട് അടുത്ത ബിൽഡിങ്ങിൽ പോയി റെഡി ചെയ്യണം. ഇപ്പം തന്നെ നമുക്ക് 6 കിട്ടി, ഒന്നും തന്നുമില്ല. 6 വെച്ച് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ നമ്മളൊരു ഡെഡിക്കേറ്റഡ് എപ്പിസോഡൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്, കുറേ ഷെൽക്കർ ബോക്സ് ഉണ്ടാക്കുന്നത്. ഷെൽക്കർ ബോക്സ് ഉണ്ടാക്കുന്നതിന് നമുക്ക് എൻഡർ ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും അടുത്ത ബിൽഡിങ്ങിന് എത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒരുത്തവൻ പിന്നെ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെള്ളം ഒഴിച്ച് നമ്മൾക്ക് MLG കാണിച്ചില്ല ഗൈസ്. MLG ഈ പ്രാവശ്യത്തെ കേൾക്കണ്ട ഗൈസ്. ഓക്കെ, 3 സെക്കൻഡ് കൂടെ ഉള്ളൂ. MLG ഈ പ്രാവശ്യം MLG ആവും. ഓക്കെ, MLG ആയില്ല ഗൈസ്. നമ്മൾ MLG ആയെന്ന് വിചാരിച്ചു, MLG ആയില്ലത്. നമ്മൾ ഹെർട്ട് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ പ്രാവശ്യം MLG ഉറപ്പ് നിങ്ങൾ പേടിക്കണ്ട ഗൈസ്. അത് MLG അല്ലേ ഈ അടി ഇവന്മാരെ കൊണ്ട്. അയ്യോ, എൻ്റെ വെള്ളം എവിടെ? നമ്മുടെ ഈ ബോ ഉണ്ടായിരുന്നില്ലേ? നമ്മളെന്തിനും കഷ്ടപ്പെട്ടത്? ഈ ബോച്ച് ജയിച്ചാൽ പോരെ, ബോച്ച് അടിച്ചാൽ പോരെ ഇവന്മാരെ. നമ്മുടെ വെള്ളം പോയാ? അതെ, വെള്ളം. ഇവന്മാരെ കൊണ്ട് വല്ലാത്ത കഷ്ടമാണല്ലോ. ഇവനെ കൊല്ലണം ഗൈസ്, ഇവൻ ശരിയല്ല. ഇവൻ എന്നെ അടിച്ചടിച്ച്. ഓക്കെ, താങ്ക്സ്, ഡയറക്ഷൻ കറക്റ്റ് തന്ന്. ഓക്കെ, നമുക്കിതിൽ ഈ ബ്ലോക്ക് വെച്ച് രക്ഷയാണ്. നമ്മുടെ 2 ഹാർട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇത് എത്ര സെക്കൻഡ് ഉണ്ട്? ഒരു 4 സെക്കൻഡ്. ഓക്കെ, താഴ്ത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പൊടിച്ച് വന്നേക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഇതെങ്ങനെ വെള്ളം ഇവിടെ വന്നേ? വെള്ളം എടുക്കാൻ പറ്റുമോ? അങ്ങനെ എന്തൊക്കെയാണ് പടക്കം പൊട്ടിക്കുന്നു ഗൈസ്. എവിടെ നിന്നൊക്കെ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെവിടെ വന്നെന്ന് അവന്മാർ അറിഞ്ഞിട്ടുണ്ട്. അവന്മാരുടെ ഇടി മറ്റേ ആ പറപ്പിക്കുന്ന സംഭവം എവിടെയോ പോയി തട്ടി ഇങ്ങനെ പൊട്ടുന്നതാണ്. ഓക്കെ, താഴത്തോട്ട് പോലെ ഈ വെള്ളം എത്ര എടുക്കാൻ പറ്റാത്തേ? അതെ, സെയിലെടുത്തേ. ഓഹ്, ഇത് ഈ വെള്ളം ആദ്യം ഒന്ന് എടുക്കട്ടെ ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് മേളോട്ട് കയറി ഇച്ചിരി ഭയങ്കര ഒരുമാതിരി ഫീൽ ആയിരിക്കും. വെള്ളം ഇത് എവിടെ നിന്നാണ് വരുന്നേ? കോർണറിലൊന്നും അല്ലല്ലോ, ഇത് എവിടെ നിന്ന് ഇത്? എന്തായാലും നമുക്ക് ഇനി മേഖലയിൽ പോയിട്ട് ഇവന്മാരെ അടിച്ചു കൊല്ലാം. ഓക്കെ, ഇത് എൻ്റർ ചെസ്റ്റ് ഉണ്ട്. നമ്മുടെ ആദ്യത്തെ എൻ്റർ ചെസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആ എൻ്ററായി മാത്രം മതി. ഇപ്പം വല്ല ഡ്രോപ്പ് ചെയ്താൽ അവനൊന്നും ഡ്രോപ്പ് ചെയ്തില്ല. ഓക്കെ, അപ്പുറത്തൊരു തിരിപ്പുണ്ട്. എൻ്റർ ചെസ്റ്റിലൊന്നും കാണത്തില്ല. എൻ്റർ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റർ ചെസ്റ്റിന് പ്രത്യേകത ഉണ്ട് ഗൈസ്. നമ്മൾ എൻ്റർ ചെസ്റ്റിൽ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ വേറെ എൻ്റർ ചെസ്റ്റ് പോയെന്ന് വിചാരിച്ചു. നമ്മൾ വേറെ എൻ്റർ ചെസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചെസ്റ്റിലെ സംഭവം ഇതിനകത്തും വരും. ഓക്കെ, ഇതിനകത്ത് ഓ മൈ ഗോഡ്, നമ്മളൊരു കാര്യം ഉണ്ടാക്കാൻ മറന്നുപോയി ഗൈസ്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഫോർച്യൂൺ പിക്കാക്സാണ്. ഫോർച്യൂൺ പിക്കാക്സ് വെച്ച് നമ്മുടെ എൻ്റർ ചെസ്റ്റ് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇരിക്കുന്നത് ഫോർച്യൂണ്. എൻ്റെ പൊന്നെ, സെയിം പിക്കാക്സ് കേട്ടോ. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മുടെ സെയിം പിക്കാക്സ് തന്നെ. പിന്നെ ത്രോൺസോ ഇതൊക്കെ ആർക്ക് വേണം. അയ്യോ ഗായ്സ്, ഇതെന്ത് ചെയ്തിപ്പോൾ? ഫോർച്യൂൺ വെച്ച് പൊട്ടിച്ചാൽ നമുക്ക് ഒബ്സിഡിയം മാത്രമായിട്ട് കിട്ടും. ഇതിനകത്ത് സിൽക്ക് ടച്ച് ഉണ്ടായിരുന്നു. വെച്ച് പൊട്ടിച്ചാൽ നാളെ നമുക്ക് ആക്സിനുണ്ടല്ലോ പറഞ്ഞ പോലെ ആക്സിനെ പൊട്ടിച്ചോ ഗൈസ്. ഒരു ടൈം ലാപ്സ്. കിട്ടി. എൻ്റെ പൊന്നെ, എന്തോരം നേരം നിന്നറിയാമോ ഇത് കിട്ടാനായിട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് എവിടെ വെക്കാൻ പാടില്ല. വെച്ച് ഇനിയും അങ്ങനെ പൊട്ടിക്കേണ്ടി വരും. ഓക്കെ, നമുക്കിത് അങ്ങോട്ട് പോകണം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടിയിട്ട് ചേടാ സ്ഥലം മറിപ്പോയി. നമുക്ക് ഈ വെള്ളം എങ്ങനെ എടുക്കാൻ പറ്റുക? ഈ വെള്ളം എവിടെ നിന്ന്? കിട്ടി. ഇത് ഇവിടെ നിന്നാണ് ഗൈസ് വെള്ളം വീണത്. ഇങ്ങനെ എവിടെ വന്നാവോ? ഈ വെള്ളം എടുത്താൽ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് MLG ചെയ്യാൻ പറ്റത്തുള്ളൂ. MLG ഒക്കെ ചെയ്യാൻ നമുക്കറിയാം ഗൈസ്. ഇടക്കിടയ്ക്ക് പക്ഷെ അത് വരുത്തുള്ളൂ. അതാണ് എന്ത് ഇടക്കിടയ്ക്ക് അത് വരുത്തുള്ളൂ. അവിടുത്തെ ഒരു ബ്ലോക്ക് കൂട്ടി. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇത് ഇങ്ങനെ ഓക്കെ ചെയ്യാൻ പറ്റില്ല. ചേടാ ഇത് പൊട്ടിക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും 6 ശല്യാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ സ്റ്റെയർ കേസ് അല്ലല്ലോ, ലാഡർ അടി കയറിപ്പോണം. അപ്പോൾ ഗൈസ് ഒരു ടൈം ലാപ്സ് കൂടി ആയാലോ ഗൈസ്. നമുക്ക് ഈ ഷെൽക്കറിനെ ഓരോന്നോരോന്നായിട്ട് കൊല്ലുന്ന ടൈം ലാപ്സ് ഒക്കെ കാണിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും.
ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെയുള്ള എല്ലാ ഇത് നമ്മൾ റെയ്ഡ് ചെയ്ത് തീർത്തിട്ടുണ്ട്. നമുക്ക് 13 കറൻറ്റ്ലി കിട്ടിയിരിക്കുന്നത്. ഇത്ര കിട്ടിയല്ലോ ഗൈസ്, കുറേ ഒന്നും ഡ്രോപ്പ് ചെയ്തില്ല. നമ്മുടെ ബോ വെച്ചടിച്ചിട്ടൊന്നും നമുക്കൊന്നും കിട്ടിയില്ല. നമ്മുടെ സോഡ് വെച്ചടിച്ചാൽ വല്ലപ്പോഴും 2-3 കിട്ടും. അങ്ങനെ നമുക്ക് ഇത്രേ കിട്ടിയുള്ളൂ. തൽക്കാലം ഇത്ര തന്നെ മതി എന്ന് തോന്നുന്നു. നമുക്കൊരു 2-3 ഷെൽക്കർ മതി. നമ്മുടെ കയ്യിൽ അങ്ങനെ സാധനങ്ങളൊന്നും നമ്മൾ വെക്കാറില്ല. നമുക്ക് മെയിൻലി ഷെൽക്കേഴ്സ് വേണ്ടത് നമ്മുടെ ബിൽഡിങ്സ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ ഇത്ര എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിന് എലൈറ്റർ എടുക്കാൻ പോകണം. എലൈറ്റർ എടുക്കാൻ പോകുന്നതിന് നമുക്കിത് ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് പോകണം. ഷിപ്പ് അവിടെയാണ്. ഷിപ്പിലോട്ട് അവിടെ ഷൾക്കർ ഇരിപ്പുണ്ട്. അവൻ നമ്മൾ അടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സിമ്പിളായിട്ട് എത്തായിരുന്നു. ഓക്കെ, ഇവിടുന്ന് എൻ്റർപേൾ ഉണ്ടല്ലോ കയ്യിൽ. നോക്കട്ടെ, എൻ്റർപേൾ ഉണ്ട്, 5 ഉണ്ട്. അതെടുത്ത് അങ്ങോട്ട് എറിയാം. അങ്ങോട്ട് തന്നെ പോലോ. ഓക്കെ, അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. ആരെങ്കിലും ലിഫ്റ്റ് തരൂ. കിട്ടി. താങ്ക്സ് റാ. എവിടെ? ഓക്കെ, അവിടെയാണ്. ബോ വച്ചിന് അടിച്ചു നോക്കാൻ. ബോ വച്ച് അടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അവൻ ടെലിപ്പോർട്ട് ആയില്ല. കിട്ടിയില്ലേ? ഒന്നും കിടക്കാണ്ട. ഇതെന്താ കിട്ടാത്തതാവോ? ഡ്രാഗൻ്റെ ഹെഡൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് എലൈറ്റർ എടുക്കാം. മിക്കവാറും ഡ്രാഗൻ്റെ ഹെഡ് കിട്ടാതിരിക്കാനാണ് ചാൻസ് കുറവ്. അല്ല, കൂടുതൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കാൻ പോയ സാധനം പോയിലോട്ട് പോകും. അങ്ങനെ കുറേ പേർക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, മാക്സിമം എടുക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വേറെ എൻ്റെ സിറ്റിയൊക്കെ റെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം ഗൈസ്. ഈ ബ്രൂയിങ് സ്റ്റാൻഡ് എടുത്തേക്കാം. നമ്മൾ ഹെൽത്തി പോഷനൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന്. ഇവിടെ ഷെൽക്കർ ഉണ്ടല്ലോ. ഉണ്ട്, കണ്ട്. ഓക്കെ, ഇവനെ ഇപ്പോൾ എങ്ങനെ കൊല്ലുക? ഇങ്ങനെ അടിച്ചു പോയി കൊല്ലാം. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇവനെ കൊന്നു അവൻ ഡ്രോപ്പ് ചെയ്ത്. അവൻ 2 ഡ്രോപ്പ് ചെയ്ത്. ഓക്കെ, നമ്മുടെ എലൈറ്റർ ചെയ്തിരിക്കുന്നു. ഈ എൻ്റെ റോഡിങ് എടുത്തേക്കാം. എൻ്റെ റോഡല്ലല്ലോ, എൻ്റെ റോഡ് തന്നെ. ഇത് നല്ല ഡെക്കറേറ്റിംഗ് ബ്ലോക്കാണ് ഗൈസ് ഈ സംഭവം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ സംഭവം മറ്റേ എലൈറ്റർ എടുത്തേക്കാം. സംഭവം മറന്നു. ഓക്കെ, എലൈറ്റർ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ എലൈറ്റർ മെൻഡിങ് ഒന്നും ഇട്ടിട്ടില്ല. നമുക്കിത് ഒരു ചെസ്റ്റ് തുറന്നു. നോക്കി, ചെസ്റ്റ് വല്ലതും ഉണ്ടോ? എൻ്റെ പൊന്നാളി, ഇത് എത്ര ഡയമണ്ട് ഇത്? എൻ്റെ പൊന്നെ. പിന്നെ മറ്റേ ഫ്ലോ അല്ലേ ഇത്? ടെംപ്ലേറ്റ് ഫ്ലോ തന്നെ. ഇത് ട്രയൽ ചേമ്പർ റൈഡ് ചെയ്യുമ്പോൾ കിട്ടാൻ ഭയങ്കര റയറായിട്ട് സംഭവമാണ്. 13 ഡയമണ്ട് ഗൈസ്. സത്യമായിട്ട് ഗൈസ്, ഞാൻ ഇതിന് മുന്നേ ഇവിടെ കയറിയിട്ടില്ല ഗൈസ്. ഇത്രയും ഡയമണ്ട് ഗൈസ്, ഇത് എങ്ങനെ ഇത്? ഓ മൈ ഗോഡ്, ഇതിനകത്തും ഡയമണ്ട്. മൊത്തം 20 ഡയമണ്ട് കിട്ടി. പിന്നെ കുറച്ച് ഗോൾഡും അയൺ നമുക്ക് വേണ്ട. നമുക്ക് ഈ സാഡിൽ എടുത്തേക്കാം. സാഡിൽ നമുക്ക് ആവശ്യം വരും. ജസ്റ്റ് അവിടെ ഇരിക്കട്ടെ. ആർമറൊന്നും വേണ്ട ഗൈസ്. നമുക്ക് എന്തായാലും ഇത് സീൻ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, നമ്മളങ്ങനെ എലൈറ്റർ ഇട്ടിട്ട് നമുക്കിത് നമ്മുടെ വീഡിയോ എടുത്തിട്ട് 3rd ദിവസത്തിൽ കണ്ട ഗൈസ്. സീന് ഗൈസ്. നമുക്ക് ഓക്കെ, കാണാൻ പറ്റുന്നില്ലല്ലോ എലൈറ്റർ. അതിങ്ങനെ ചേടിക്കാൻ നമുക്കത് ഗ്ലൈഡ് ചെയ്യാൻ പറ്റും ഗൈസ്. കണ്ട സീനല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ എലൈറ്ററാണ് ഗൈസ് ഈ മൈൻക്രാഫ്റ്റിൽ ഏറ്റവും ഇഷ്ടം. എലൈറ്റർ കഴിഞ്ഞ ഇഷ്ടം മറ്റേ ഇതാണ്. അയ്യോ, വേറൊരു സംഭവം ഉണ്ടെന്നില്ല. കമാൻഡർ ബ്ലോക്ക് ലക്കിലി നമ്മുടെ ബെഡ്റോക്കിൽ എഡീഷനിൽ ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രാഗണിൻ്റെ ഹെഡ് താഴെ പോവല്ലേ? ഇവിടെ ഇല്ലല്ലേ ഹെഡ്? എവിടെ? ഓക്കെ, ഇവിടെ ഉണ്ടോ? താഴെയാണല്ലേ. ചാടാൻ പറ്റുമോ? ചാടാൻ പറ്റും. ഓക്കെ, ഇതെടുത്ത് ചാടിക്കണം. ഓക്കെ, താഴെ പോകത്തില്ലേ? നമ്മുടെ കയ്യിലോട്ട് നമ്മൾ സ്നീക്ക് ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് കിട്ടേണ്ടതാണ്. ഓക്കെ, അയ്യോ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് വേറെ ഏതെങ്കിലും എൻ്റെ സിറ്റി പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കാം. ഡ്രാഗൻ്റെ ഹെഡൊന്നും വലിയ റയറൊന്നും ഇല്ല ഗൈസ്. വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് അവിടെ വീട്ടിൽ പോയിട്ട് വെച്ചിട്ട് മറ്റേ എന്തൊരു സാധനം പേര് ലിവറും വെച്ച് വായറക്കിക്കൊണ്ടിരിക്കുക, അത്ര തന്നെ. നമ്മൾ വേറെ ഏതെങ്കിലും എൻ്റെ സിറ്റി പോയിട്ട് നമ്മൾ ഡ്രാഗൻ നമ്മുടെ തല നമ്മുടെ മറ്റേ നമ്മുടെ വീടിൻ്റെ നടുക്കൊണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് പോർട്ടലും കണ്ടുപിടിച്ച് അത് ഇച്ചിരി പണിയായിരുന്നു ഗൈസ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ ചത്ത്. ബട്ട് ഞാൻ ആ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. എന്താണെന്ന് എനിക്കറിയത്തില്ല ബെഡ്റോക്ക് എഡീഷൻ്റെ കാര്യങ്ങളെ. സോ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളിത് എലൈറ്റർ നമ്മുടെ ഇരിപ്പുണ്ട്. നമ്മൾ കുറച്ച് റോക്കറ്റ് നമ്മുടെ ഒരു പെട്ടിയിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ എലൈറ്റർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അവിടെ വെച്ച് മരിക്ക് കാണിക്കാൻ പറ്റില്ല. ഈ നമ്മുടെ സ്കിന്നൊക്കെ മാറിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. കാര്യം സ്റ്റീവാണ് നമ്മുടെ സ്കിൻ ഇട്ടിരിക്കുന്നത്. നമ്മൾ വേറെ സ്കിന്ന് നമ്മൾ ഇട്ടിട്ടില്ല. എലൈറ്റർ ഇങ്ങനെ മാറ്റിയിടാം ഗൈസ്. ചെസ്റ്റ് പ്ലേറ്റ് എലൈറ്റർ. അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് പേഴ്സണലൊന്നും ഇട്ടേക്കാം. ഓക്കെ, ഇതിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ റോക്കറ്റ് 2-3 ക്രീപ്പർ നൽകിക്കൊന്നു. പിന്നെ കുറച്ച് ബോൺ വീൽ അവിടെ സ്കെൽട്ടൺ ഫാർമിൽ നിന്ന് എടുത്ത് നമ്മൾ ഷുഗർ കെയിൻ ബോൺ വീൽ ഇതിനകത്തല്ലേ? ഓക്കെ, ഇതിനകത്ത് തന്നെ. അതെ, 34 റോക്കറ്റ് ഇരിപ്പുണ്ട്. ഇത് വെച്ച് നമുക്ക് എന്തായാലും ഫ്ലൈറ്റ് ഡ്യൂറേഷൻ 1 മറ്റേ പറക്കുന്നതല്ലേ. ഇത് വെച്ച് നമുക്കിത് ഇത് അടച്ചേക്കാം. ഇത് വെച്ച് നമുക്കിത് പറക്കാൻ പറ്റും. സീനാണ് ഇത് വെച്ച് പറക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഓക്കെ, ഹായ്, സുഖമല്ലേ? ഇതെങ്ങനെ ഇടുന്നു? ഓക്കെ, നമുക്ക് എന്തായാലും പറക്കാം. ഓക്കെ, ഇങ്ങനെ 2 വട്ടം ഇങ്ങനെ ചാടിയിട്ട്
ഇങ്ങനെ ഗ്ലൈഡ് ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ റോക്കറ്റ് നെക്കി കൊടുക്കണം ഗൈസ്. നമുക്കൊരു വീഡിയോ ആക്കിയിട്ട് സെക്കൻഡ് പ്രസന്റ് ഇടാം. സെക്കൻഡ് പ്രസന്റ് ഓക്കെ നമ്മൾ സെക്കൻഡ് പ്രസന്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇത് തന്നെയാണ് രസം. ഇത് തന്നെയാണ് നമുക്ക് ഔട്ടർ പറയാനായിട്ട് നല്ലൊരു രസമുള്ള സ്ഥലം. ഓക്കെ ഗൈസ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറക്കും. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. ഓക്കെ ബൈ.